നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കരുവാറ്റയിൽ നടന്ന കൊലപാതകം, അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട കേസിന്റെ തുടർ നടപടികളിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇനി ഉണ്ടാകും. 8ാം ക്ലാസ്സുകാരി ഉൾപ്പെടെ 4 കൗമാരക്കാർ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം വലിയ രീതിയിൽ നടുക്കിയതായിരുന്നു. വെറും കൗമാരക്കാർ നടത്തിയ ഒരു അതിക്രൂരമായ കൊലപാതകം, ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. എന്തായാലും ഈ കേസിന്മേൽ ഇനി സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി ഉണ്ടാകും. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമ വിദഗ്ധർ തിങ്കളാഴ്ച കുറ്റാരോപിതരായ കുട്ടികളുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുകയുണ്ടായി. കോഴിക്കോട്ടെ നിരീക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടി കഴിയുന്നത്. ചേർത്തല മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിലാണ് 3 പ്രതികളായ 3 കുട്ടികൾ കഴിയുന്നത്. ഇവരുമായിട്ടാണ് സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമ വിദഗ്ധൻ സംസാരിച്ചത് വീഡിയോ കോളിലൂടെ. കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾ കുറ്റാരോപിതരാകുന്ന കേസിന്റെ വിചാരണ വേളയിലടക്കം സുപ്രീം കോടതി നിയോഗിക്കുന്ന നിയമ വിദഗ്ധരുടെ നിരീക്ഷണം ഇനി മുതൽ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി കരുവാറ്റ കേസിലെ ഇടപെടലെന്നാണ് നിയമവിദഗ്ധരുടെ നിഗമനം. ഹൈക്കോടതി കേന്ദ്രമായ കേരള നിയമസഹായ സമിതിയിലെ അംഗങ്ങൾ മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തി 3 കുട്ടികളുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അടുത്ത ദിവസം ഇവർ കോഴിക്കോട് പോയി പെൺകുട്ടിയെയും കാണും. അപൂർവമായ കേസ് ആണിത്. നിയമ കേന്ദ്രങ്ങളടക്കം ഇത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം കുറ്റാരോപിതരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കും. 8ാം ക്ലാസ്സുകാരി പറഞ്ഞതനുസരിച്ച് കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ കൗമാരക്കാരായ 3 കുറ്റാരോപിതരെ ശനിയാഴ്ച ഹാജരാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടിരുന്നു. ചേർത്തല മായിത്തറയിൽ തിങ്കളാഴ്ച നടന്ന സിറ്റിംഗിൽ പോലീസിന്റെ അപേക്ഷയിലായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവരശേഖരണത്തിനും തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുമടക്കം സംഭവ സ്ഥലത്ത് തെളിവെടുക്കുന്നതിനുമായി കുറ്റാരോപിതരെ കസ്റ്റഡിയിൽ വിടണമെന്ന് പോലീസിനു വേണ്ടി ഹാജരായ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിൽ അഭ്യർത്ഥിച്ചിരുന്നു. കൊലപാതക ശേഷം വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റും നഷ്ടപ്പെട്ടിരുന്നു. കുറ്റാരോപിതർ കയ്യുറ ഉപയോഗിച്ചാണ് ഈ കൃത്യം നടത്തിയത്. ഇത് എവിടെ നിന്ന് വാങ്ങി എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് തീവണ്ടിയിൽ ഹരിപ്പാട്ടെത്തിയ ഇവർ ഓട്ടോറിക്ഷയിലാണ് കരുവാറ്റയിലേക്ക് വന്നത്. ഇവരെ ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചറിയുമോ? ഇതും ഒരു ചോദ്യം തന്നെയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മുന്നിൽ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ വിവരങ്ങളാണ് പോലീസിന് വേണ്ടി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യലിന് പകരം അഭിമുഖം നടത്താനുള്ള അനുവാദമേ കിട്ടുകയുള്ളൂ. ആ രീതിയിൽ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കണം. കസ്റ്റഡിയിൽ വിടുന്നതിനെ എക്സ്കോർട്ട് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അതിസുരക്ഷയുടെ മാത്രമേ ഇവരെ പോലീസിനെ കൊണ്ടുപോകാൻ സാധിക്കൂ. സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് പോലീസിന്. ഈ കൗമാരക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ സ്വകാര്യതയൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം പരവൂർ കൊച്ചാലമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാർ ആണ് കൊല്ലപ്പെട്ടത്. 15-ാം തീയതി രാത്രിയിലാണ് അതിക്രൂരമായ കൊലപാതകം ഉണ്ടായത്. ബന്ധുവായ 8ാം തരം വിദ്യാർത്ഥിനിയും കൊല്ലം പരവൂർ സ്വദേശികളായ സുഹൃത്തുക്കളും തിങ്കളാഴ്ച രാത്രിയിലാണ് അറസ്റ്റിലായത്. അന്ന് മുതൽ ഇവർ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ മായിത്തറയിലെ കേന്ദ്രത്തിലായിരുന്നു. പെൺകുട്ടി കോഴിക്കോട്ടെ സംരക്ഷണ കേന്ദ്രത്തില്. അതേസമയം ഈ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതായത് ഈ 13-കാരിയായ പ്രതി, ഈ പെൺകുട്ടി നിരന്തരം മൊഴി മാറ്റുന്നത് പോലീസിനെ വലിയ രീതിയിലാണ് കുഴക്കിയത്. ദുരുദ്ദേശത്തോടെ പെരുമാറിയതിലെ പക കാരണമാണ് മുത്തച്ഛനെ കൊലപ്പെടുത്താൻ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടതെന്നായിരുന്നു ആദ്യ ദിവസം നൽകിയ മൊഴി. എന്നാൽ വീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം മുത്തച്ഛൻ കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് കൊല ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പിന്നീട് മൊഴി മാറ്റിയത്. 14-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷം നടന്നതായാണ് 2 സംഭവങ്ങളും പറയുന്നത്. വയോധികനും കൊച്ചുമകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പിറ്റേന്ന് രാത്രി കൊലപാതകം. കവർച്ചയും കൊലപാതകവും ആസൂത്രണം ചെയ്തത് കൊല്ലത്തുള്ള കൂട്ടുകാരനാണെന്നും അവൻ നിർബന്ധിച്ചപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തതെന്നും ഇതിനിടെ പെൺകുട്ടി വീണ്ടും മൊഴി മാറ്റി. ഇതോടെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. അതിനായി ശിശുക്ഷേമ സമിതിയുടെ സഹായം തേടിയിരിക്കുകയാണ്. മുത്തശ്ശൻ മോശമായി പെരുമാറിയതോടെ
താൻ മുറി പൂട്ടിയാണ് കിടന്നതെന്നും പിറ്റേന്ന് രാവിലെ കരുവാറ്റിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയെന്നുമായിരുന്നു കുട്ടി ആദ്യം നൽകിയ മൊഴി. അവിടെ വെച്ചാണ് കൊല്ലത്തുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞു. എന്നാൽ സ്വർണം സൂക്ഷിച്ച അലമാര സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചത് മുത്തച്ഛൻ കണ്ടതാണ് കൊലയ്ക്ക് പ്രേരണയായതെന്നാണ് രണ്ടാമത്തെ മൊഴി. ഇതിൽ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി, എന്താണ് യഥാർത്ഥ കാരണം എന്ന ഒരു കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ ബൈക്കും തനിക്ക് ഐഫോണും വാങ്ങാൻ വേണ്ടിയാണ് സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നും മുത്തശ്ശൻ ഇത് കണ്ട് ശാസിക്കുകയും അമ്മയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറഞ്ഞു. അതോടെയാണ് വൈരാഗ്യം ഉണ്ടായതെന്നും കുട്ടി പറയുകയുണ്ടായി. പിന്നീടാണ് കൂട്ടുകാരനെതിരെ മൊഴി നൽകിയത്. മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട മൊഴിയാണ് കൂടുതൽ വിശ്വസനീയമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കൗമാരക്കാരനെ സാക്ഷിയാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് കവർന്ന സ്വർണം ഒളിപ്പിക്കാനും വിൽക്കാനും സഹായിച്ച 21കാരനെ കേസിൽ പ്രതി ചേർക്കാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ ഇയാളുടെ സാക്ഷിമൊഴി പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് ബലം നൽകുമെന്ന നിയമോപദേശപ്രകാരം സാക്ഷിയാക്കുക എന്ന നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയായിരുന്നു. പരവൂർ സ്വദേശികളായ 3 ആൺകുട്ടികൾ 15-ാം തീയതി രാത്രി ഹരിപ്പാട്ടെത്തി കൊലപാതകം നടത്തിയ ശേഷം 16-ന് പുലർച്ചെയാണ് പരവൂരിലെത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കരുവാറ്റിൽ നിന്ന് കവർന്ന 4.5 പവൻ സ്വർണം ഇവർ സുഹൃത്തായ കല്ലുംകുന്ന് സ്വദേശി ഏൽപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് 1 ഗ്രാം തൂക്കം വരുന്ന മോതിരം 16,500 രൂപയ്ക്ക് വിറ്റ് പണം പ്രതികൾക്ക് നൽകിയതായി ഈ യുവാവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ബാക്കി സ്വർണ്ണാഭരണങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പന നടത്തിയ മോതിരം പരവൂരിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മോതിരം വാങ്ങിയ ജ്വല്ലറി ഉടമയും കേസിൽ സാക്ഷിയാകും. പ്രതികളിൽ ഒരാളുടെ അമ്മയുടെ സ്വർണ്ണാഭരണമാണെന്നും അമ്മയുടെ ചികിത്സയ്ക്കായി ഇത് പണയം വയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് തന്നെ ഏൽപ്പിച്ചതെന്നാണ് കല്ലുംകുന്ന് സ്വദേശി പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഈ ചോദ്യം ചെയ്യലിടെ 13കാരിയായ പെൺകുട്ടി പൊട്ടിക്കരയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കുടുംബത്തിലെ സാഹചര്യങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള മൊഴിയാണ് പെൺകുട്ടി നൽകിയത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ പെൺകുട്ടി പൊട്ടിക്കരയുകയായിരുന്നു. കൊല്ലപ്പെട്ട ശിവൻകുട്ടി തൻ്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുകയും പലതും വിലക്കുകയും ചെയ്തിരുന്നു. തനിക്ക് ഇതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല, തനിക്ക് സ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നതടക്കമുള്ള ഒരു കരച്ചിൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പെൺകുട്ടിക്ക് കൂടുതൽ ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതും വീട്ടിൽ രാത്രി വൈകി എത്തുന്നതും അമിതമായ ഫോൺ ഉപയോഗിക്കുന്നതുമൊക്കെ ശിവൻകുട്ടി എതിർത്തിരുന്നു. ഇതാണ് ശിവൻകുട്ടിയോട് കടുത്ത പകയുണ്ടാക്കാൻ കാരണമായത്. ഈ പക തീർക്കാൻ സുഹൃത്തുക്കളുടെ സഹായം തേടുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. പിന്നീട് വാഹന അപകടത്തിൽപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും അത് നടന്നില്ല. തുടർന്ന് വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നു. മകൾ പ്രസവത്തിനായി ആശുപത്രിയിൽ പോകുന്ന 4 ദിവസം ശിവൻകുട്ടി ഒറ്റയ്ക്കായിരിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇവർ കൊലപാതക ആസൂത്രണം നടത്തിയത്. ട്രെയിൻ വഴിയാണ് കാമുകനും സുഹൃത്തുക്കളും കൃത്യത്തിനെത്തിയത്. ഓരോ നിമിഷവും പെൺകുട്ടി ഫോണിൽ കൂടി നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഈ ഒരു കരുവാറ്റ കൊലപാതകം, വെറും കൗമാരക്കാർ ചെയ്തു കൂട്ടിയ കൊലപാതകം, എന്നാൽ ഈ കേസിൽ ഇനി സുപ്രീം കോടതിയുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ടാകും എന്ന ഏറ്റവും നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്.